എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശുഭ്രവസ്ത്രം ധരിച്ച് സന്യാസ വസ്ത്രം ധരിച്ച് ഇത്രയും വലിയ ഒരു സംഖ്യയിലെ വൈദികരെയും കന്യാസ്ത്രീകളെയും ഞാൻ കാണുന്നത്. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന വൈദികരും കന്യാസ്ത്രീകളും. താഴത്ത് പിതാവിൻ്റെ പ്രസംഗങ്ങൾ ഞാൻ അനേകം കേട്ടിട്ടുണ്ട്. നിങ്ങളിൽ നിന്നുള്ള ആ ചൈതന്യം ഏറ്റെടുത്തിട്ടായിരിക്കാം ഞാൻ ഇന്ന് വരെയും കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആവേശകരമായിട്ടുള്ള പിതാവിൻ്റെ പ്രസംഗമായിരുന്നു ഇന്ന് ഞാൻ കേട്ടത്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. ആ ചൈതന്യം നിങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പാലായാണ് ഈ ലോകത്തിന് സേവനത്തിൻ്റെ സന്ദേശം ഈ ഭാരതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. നിങ്ങളെല്ലാം തന്നെ ഈ ഭൂമിയിൽ നിന്ന്, പാലായുടെ ഭൂമിയിൽ നിന്ന് നിങ്ങളെല്ലാവരും തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, ഭാഷകളിലേക്ക്, സംസ്കാരങ്ങളിലേക്ക്, ഭൂപ്രകൃതികളിലേക്ക് നിങ്ങളെല്ലാവരും പോയതാണ്. കാലാവസ്ഥകളിലേക്ക് നിങ്ങൾ പോയവരാണ്. 1950 പാലാ രൂപത സ്ഥാപിതമായതിനു ശേഷം നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ സന്ദേശവുമായിട്ട്, സ്നേഹത്തിൻ്റെ സന്ദേശവുമായിട്ട് പോയവരാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ വിശ്വസിക്കുകയാണ്, ഒരു പക്ഷേ അത് കുടിയേറ്റത്തിൻ്റെ നാളുകളിലായിരിക്കണം. ഇവിടെ നിന്ന് മലബാറിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും കേരളത്തിൻ്റെ ഉള്ളിൽ പോയവർ, വിശ്വാസികൾ ആദ്യം പോകുകയും അതിനുശേഷം വൈദികർ പോകുകയും പള്ളികൾ സ്ഥാപിക്കുകയും ആ കാലഘട്ടത്തിൽ നിന്നായിരിക്കണം ഇത് തുടങ്ങിയതെന്ന് ഞാൻ വിശ്വസിക്കും. അതിനുശേഷം ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ സംഭാവനകൾ, ആതുര സേവന രംഗത്ത് നൽകിയ സംഭാവനകൾ, അഗതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ സ്ഥാപനങ്ങൾ, ഇതെല്ലാം തന്നെ ഭാരതത്തിലെ ആദ്യത്തെ മാതൃകകളായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകന്നു നിന്ന ഭാരതത്തിലെ ഗ്രാമങ്ങളിലെ ആ ജനങ്ങളെ വിദ്യാഭ്യാസത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണ്. അതുപോലെ തന്നെ ലോകം മുഴുവൻ ആതുര സേവന രംഗത്ത് മലയാളിയുടെ പേര്, ഭാരതത്തിൻ്റെ പേര്, പാലായുടെ പേര് പ്രചരിപ്പിച്ചത് നിങ്ങളാണ്. നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, ചെറുപ്പകാലഘട്ടത്തിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ പുരോഹിതനെ നിങ്ങൾക്ക് ഞാൻ നൽകും. ദൈവം പറഞ്ഞതാ. എൻ്റെ ഗുരു രാഷ്ട്രീയത്തിലെ ഗുരുവാണ്, പക്ഷേ അദ്ദേഹം ആത്മീയ ഗുരുവും കൂടെയാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ഒരാളും പുരോഹിതനാകില്ല. അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലേ സാധിക്കൂ. ആർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ പുരോഹിതനും കന്യാസ്ത്രീയുമാകാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസം എന്നിലുണ്ടായത് അതിൽ നിന്നാണ്. അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്ക് നിങ്ങളിലേക്ക് പകർത്തുവാൻ സാധിക്കും. അതാണ് അവരുടെ മഹത്വം. ദൈവം നിശ്ചയിച്ചതാണ്. എന്നും എന്നേക്കും പുരോഹിതൻ എന്നുള്ള ആസ്ഥാനം. അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. എന്നും എന്നേക്കും പുരോഹിതൻ എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം. അതാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. പൗരോഹിത്യം സ്ഥാപിച്ചത് യേശുക്രിസ്തുവാണ്. അത്താഴത്തില് എളിമയുടേതായിട്ടുള്ള സന്ദേശം നൽകിക്കൊണ്ട്, കാലുകൾ കഴുകിക്കൊണ്ട് യേശുക്രിസ്തു നമ്മൾക്ക് നൽകിയ സന്ദേശം ഇതാണ്: ലോകം മുഴുവൻ പോകുക, എൻ്റെ സന്ദേശവുമായിട്ട് പോകുക,
സ്നേഹത്തിന്റെ സന്ദേശവുമായിട്ട് പോകുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ആ സന്ദേശവുമായിട്ട് പോകുവാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു. അതാണ് നിങ്ങൾ പ്രാവർത്തികമാക്കുന്നത്. ഈ രൂപതയ്ക്ക് വേണ്ടി, മലയാളിക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാവർത്തികമാക്കുന്നത് അതാണ്. ക്രിസ്തുവിന്റെ സഹന മരണ ഉത്ഥാനത്തിന്റെ ഭാഗമാകുന്ന ഓരോ നിമിഷവും അതാണല്ലോ പുരോഹിതത്തിന്റെ ഭാഗം, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗം, ആ ത്യാഗം. ലോകത്ത് ഇന്ന് വരെയും രചിക്കപ്പെട്ട ഒരു മനുഷ്യനും ഇത്രമാത്രം ത്യാഗം സഹിച്ചിട്ടില്ല, ഇത്രമാത്രം പീഡനങ്ങൾ സഹിച്ചിട്ടില്ല, ഇത്രമാത്രം ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല. ഇതുവരെയും എഴുതപ്പെട്ട ഒരു ചരിത്രത്തിലും അതില്ല. അത്രമാത്രം ആക്ഷേപിക്കപ്പെട്ടു, അത്രമാത്രം സഹനം സഹിച്ചോ, അത്രമാത്രം ആക്ഷേപിച്ചു. എനിക്കറിയാം നിങ്ങളും ഇതെല്ലാം അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രത്യയശാസ്ത്രങ്ങളും വിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്ന അവസരത്തിലോ ഇതെല്ലാം ലോകത്തിൽ ഉണ്ടാകുന്നതാണ്. അതിനെയെല്ലാം നിങ്ങൾ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുകയാണ്. അത് തീർച്ചയായിട്ടും ഈ പാലാരൂപിതക്കാരനായ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് അഭിമാനമാണ്. സർവീസ് പ്രീസ്റ്റ്ഹുഡ് അതാണല്ലോ നിങ്ങളുടെ ആ ലക്ഷ്യം. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്, പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്ക് സ്ഥാനമൊരുക്കും എന്നാണ്. സ്വർഗത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ടാകും എന്നാണ് പറഞ്ഞത്. എന്താണ് സ്വർഗം എന്ന് പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് അത് ദൈവത്തോടുകൂടെ ആയിരിക്കുക എന്നുള്ളതാണ്, ദൈവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ആത്മാവ് പരമാത്മാവിൽ എത്തിച്ചേരുക എന്ന് ഭാരതീയർ പറയുന്നത് പോലെ ഓരോ മനുഷ്യനും ദൈവത്തിലേക്ക് എത്തിച്ചേർന്നിട്ട് ആ ദൈവികമായിട്ടുള്ള മാനസികാവസ്ഥയിൽ സ്ഥിരമായിട്ട് സന്തോഷാവസ്ഥയിൽ കഴിയുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, സഹജീവികളെ സ്നേഹിക്കുന്ന ആ മാനസികാവസ്ഥയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മാനസികാവസ്ഥയിലേക്ക് മാറണമെങ്കിൽ നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ പുതിയ മാർപ്പാപ്പയുടെ ലിയോ 14 മാർപ്പാപ്പയുടെ എപ്പിസ്കോപ്പൽ മോട്ടോ വത്തിക്കാൻ TV-യിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ക്രിസ്തുവിനോടൊപ്പം ഐക്യപ്പെടുക എന്നുള്ളതാണ്. ഇൻ ക്രൈസ്റ്റ് ഹു ഈസ് വൺ വി ആർ വൺ. കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഐക്യത്തിൻ്റെ സന്ദേശം ഈ ലോകത്തിന് ഇപ്പോഴാവശ്യമായിട്ടുള്ള കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻ ക്രൈസ്റ്റ് ഹു ഈസ് വൺ വി ആർ വൺ എന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്. ഐക്യപ്പെടേണ്ടതിൻ്റെ ആവശ്യകതകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആഗോള സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്തീയ സന്ദേശത്തിൻ്റെ ആ കരുത്തിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ഒറ്റപ്പെടുകയല്ല, ഐക്യപ്പെടുക എന്നതിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അതാണ്. എനിക്കൊരാളെ സ്ഥിരമായിട്ട് ബൈബിൾ വചനങ്ങൾ എഴുതി തരും. ഇപ്പോൾ ഒരിക്കലും ജോസ് കെ മാണി സാർ ചോദിച്ചു, ഇത് എവിടുന്നാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചു. 90% അദ്ദേഹം അയച്ചു തരുന്ന ദൈവവചനങ്ങൾ ആ സാഹചര്യത്തിന് പറ്റിയതായിരിക്കും. ഇന്ന് എഴുതിയിരിക്കുന്നത് എത്രമാത്രം എളിമയായിരിക്കുന്നോ, എത്രമാത്രം നിങ്ങൾ ഉയരുന്നോ അത്രമാത്രം നിങ്ങൾ എളിമയുള്ളവരായിരിക്കണം എന്നാണ് ഇന്ന് ആ ദൈവവചനം എന്നോട് പറയുന്നത്. അത് തീർച്ചയായിട്ടും പൗരോഹിത്യത്തിൽ അത് അത്യാവശ്യമാണ്, മനുഷ്യ ജീവിതത്തിലും അത് അത്യാവശ്യമാണ്. നിങ്ങൾ ആധ്യാത്മിക രംഗത്തുള്ളവർ, ഞങ്ങളിവിടെ ഇരിക്കുന്നവർ രാഷ്ട്രീയ രംഗത്തുള്ളവർ, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ദൈവം നിശ്ചയിക്കാതെ പുരോഹിതനാകില്ല, ദൈവം നിശ്ചയിക്കാതെ കന്യാസ്ത്രീയാവില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം നിശ്ചയിക്കാതെ ആരും എങ്ങുമെത്തില്ല. അതുകൊണ്ട് തന്നെ ഉയരുന്നതിനനുസരിച്ച് ആ എളിമയുള്ളവനായില്ല എങ്കിൽ തീർച്ചയായിട്ടും പരാജയപ്പെടും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ അവൻ, എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവത്തെ കാണും എന്നുള്ള വാചകം ഉന്നയിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി നമിച്ചുകൊണ്ട്, നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട്, നിങ്ങളുടെ അനുഗ്രഹം തേടിക്കൊണ്ട്
യോഗ്യനല്ല എങ്കിലും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.